What is the circumradius of an equilateral triangle of side 8 cm? വശങ്ങളുടെ നീളം 8 സെന്റിമീറ്റർ ആയ സമഭുജ ത്രികോണത്തിന്റെ പരിവൃത്ത ആരം എത്ര സെന്റിമീറ്റർ ആണ്? അപ്പൊ ഇവിടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും, എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. അതിന്റെ സർക്കിളിന്റെ റേഡിയസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ എല്ലാ സൈഡും 8 സെന്റിമീറ്റർ ആണ്. ഒരു ആംഗിൾ അവിടെ തന്നിട്ടുണ്ട്, എത്രയാ? 60 ഡിഗ്രി. ഒരു ആംഗിൾ അല്ല, എല്ലാ ആംഗിളും 60 ഡിഗ്രി ആണ്. അപ്പൊ ഈ 60-ന് ഓപ്പോസിറ്റുള്ള സൈഡുകളൊക്കെ 8 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വന്നു കഴിഞ്ഞാൽ ഒരു ആംഗിളും അതിന് ഓപ്പോസിറ്റുള്ള സൈഡും തന്നിട്ടുണ്ടെങ്കിൽ ആ ത്രികോണത്തിന്റെ സർക്കം റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 2r sin 60 അല്ലെങ്കിൽ സൈൻ ഏത് ആംഗിൾ ആണോ തന്നിട്ടുള്ളത് അതേ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ ഇവിടെ എങ്ങനെ വരും? 2r sin 60 ഈക്വൽ ടു 8 എന്ന് വരും. ഓക്കെ, ഇനി റേഡിയസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ sin 60യുടെ വാല്യൂ കണ്ടുപിടിക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എതിർവശം ബൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പൊ √3/2. ഓക്കെ, അപ്പൊ 2r into √3/2 ഈക്വൽ ടു 8 എന്ന് കിട്ടും. അതിന് നേരത്തെ ചെയ്ത പോലെ തന്നെ √3/2നെ പുറത്തോട്ട് കൊണ്ടുപോവാ. അപ്പൊ 2/√3 എന്നാവും. ദെൻ r ഈക്വൽ ടു ഈ 2നെ പുറത്തോട്ട് കൊണ്ടുവരാ, അത് ഇപ്പുറം വരും. 2ഉം 2ഉം ക്യാൻസൽ ആയി പോകും. ദെൻ 8/√3 എന്ന് വരും. ഇനി കറക്റ്റ് റേഡിയസ് നമുക്ക് 8/√3 എഴുതാം. എക്സാമിന് നമുക്ക് കറക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. √3യുടെ ഒക്കെ വാല്യൂസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കൊടുക്കണ്ട. 8/√3 എന്നിട്ട് വെച്ചാൽ മതി. ഇനി അഥവാ എങ്ങാനും കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ √3യുടെ വാല്യൂ എത്രയാ? 1.73 ആണ്. ഓക്കെ, അപ്പോ ഡിനോമിനേറ്ററിൽ 2 0 വരുന്നുണ്ട്. അപ്പൊ താഴെ മേലെയും നമ്മൾ എന്ത് ചെയ്യണം? ഒരു 100 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, താഴെ മേലെ എന്ത് ചെയ്യണം? ഒരു 100 കൊണ്ട് ഗുണിക്കണം. 8നെ 100 ഗുണിക്കുമ്പോൾ 800 ആവും. 1.73നെ 100 ഗുണിക്കുമ്പോൾ ആ പോയിന്റ് പോയാണ്ട് 173 ആവും. പിന്നെ 800നെ 173 ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് 4.62 പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യ കാണുന്നവരെ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് 4.62 കിട്ടും. 800നെ 173 ഡിവൈഡ് ചെയ്ത്. അപ്പൊ നമ്മുടെ റേഡിയസ് കിട്ടിയ എത്രയാ? 4.62. ഓക്കെ.